നമ്മൾ ഇന്ന് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യയുടെ ബാക്കി കുറച്ച് ടോപ്പിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ തുടങ്ങിയായിരുന്നു, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞായിരുന്നു. പാലിയോളിത്തിക് പീരീഡിനെ കുറിച്ചും മീസോളിത്തിക് പീരീഡിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു റിട്ടൺ എവിഡൻസ് ഇല്ലാത്ത കാലഘട്ടങ്ങളാണ്. അപ്പോൾ പ്രീ ഹിസ്റ്റോറിക്കിൽ മെയിനായിട്ട് വരുന്ന 3 ഫേസസ് ആണ്: പാലിയോളിത്തിക്, മീസോളിത്തിക്, നിയോളിത്തിക്. അപ്പോൾ പാലിയോളിത്തിക് മീസോളിത്തിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇനി അടുത്ത നിയോളിത്തിക് ഫേസിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ വൺസ് അഗെയിൻ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിയോളിത്തിക് ഫേസ് ഓർ നിയോളിത്തിക് ഏജ്. നിയോളിത്തിക് എന്ന് വെച്ചാൽ പുതിയ കല്ല് എന്നർത്ഥം. നിയോ എന്ന് വെച്ചാൽ ന്യൂ, ലിത്തിക് എന്ന് വെച്ചാൽ സ്റ്റോൺ. സോ നിയോളിത്തിക് മീൻസ് ന്യൂ സ്റ്റോൺ അല്ലേ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടങ്ങളെ സ്റ്റോൺ ഏജ് കാലഘട്ടം എന്ന് വിളിക്കും. അപ്പോൾ പാലിയോളിത്തിക്കിനെ ഓൾഡ് സ്റ്റോൺ ഏജ് എന്നും, മീസോളിത്തിക്കിനെ മിഡിൽ സ്റ്റോൺ ഏജ് എന്നും, നിയോളിത്തിക്കിനെ ന്യൂ സ്റ്റോൺ ഏജ് എന്നും വിളിക്കും. കാലഘട്ടവും ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഏകദേശം എത്ര വരും? ഏകദേശം ഒരു 6000 അല്ലെങ്കിൽ 8000 BC മുതൽ ഒരു 4000 BC വരെയുള്ള കാലഘട്ടം അല്ലേ. ഒരു 8000 BC മുതൽ 4000 BC വരെയുള്ളൊരു കാലഘട്ടമാണ് നിയോളിത്തിക് പീരീഡായിട്ട് പറയപ്പെടുന്നത്. BC ആണ്, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എപ്പോഴും ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ പാലിയോളിത്തിക്, മീസോളിത്തിക്, നിയോളിത്തിക് കാലഘട്ടങ്ങൾ പറഞ്ഞല്ലോ, ടൈം പീരീഡ്. ഇതിപ്പോൾ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ആകണം എന്ന് നിർബന്ധമില്ല അല്ലേ. ചില സ്ഥലങ്ങളിൽ പാലിയോളിത്തിക് പീരീഡ് അവസാനിക്കുന്നത് 15,000 BC-യിലാണ്. ഓക്കെ, അതും കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ പാലിയോളിത്തിക് പീരീഡ് അവസാനിച്ചത്. ഇന്ത്യയിൽ പാലിയോളിത്തിക് പീരീഡ് അവസാനിച്ചത് 10,000 BC-യിലാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ കാലഘട്ടങ്ങളാണ് ഈ പാലിയോളിത്തിക്, മീസോളിത്തിക്, നിയോളിത്തിക് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ 2000, 3000, 4000 വർഷങ്ങളുടെയൊക്കെ ഒരു ഗ്യാപ്പ് കാണാറുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കേസിലാണ് ഈ നിയോളിത്തിക് പീരീഡ് ബിറ്റ്വീൻ 8000 BC ടു 4000 BC എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നിയോളിത്തിക് ഫേസിൽ ഇന്ത്യയിൽ കാണാൻ കഴിയുക? നോക്കുക, സ്റ്റോൺ ടൂൾസിന്റെ നേച്ചറിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. പണ്ടുണ്ടായിരുന്ന സ്റ്റോൺ ടൂൾസ് ഒക്കെ തന്നെ ഒട്ടും ഷാർപ്പ് അല്ലാത്ത കുറച്ച് ബൾക്കിയർ ആയിട്ടുള്ള ടൂൾസ് ആയിരുന്നു പാലിയോളിത്തിക് പീരീഡിലൊക്കെ. മീസോളിത്തിക്കിൽ വന്നപ്പോഴോ കുറച്ച് ചേഞ്ചസ് വന്നു തുടങ്ങി. ചെറിയ ചെറിയ കല്ലുകൾ, മൈക്രോലിത്തുകൾ വന്നു തുടങ്ങി. ആൻഡ് നിയോളിത്തിക്കിൽ വന്നപ്പോഴും കല്ലുകളുടെ നേച്ചർ മാറുന്നുണ്ട്. ഇവിടെ കല്ലുകൾ എന്താവാൻ തുടങ്ങി? കുറച്ചുകൂടി പോളിഷ്ഡ് ആകാൻ തുടങ്ങി. പോളിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോൺസ് ആകാനായിട്ട് തുടങ്ങുകയാണ്. പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺസ് ആകാനായിട്ട് തുടങ്ങുകയാണ്. ഈ കാലഘട്ടങ്ങൾ കൂടുതലും ടൂൾസ് ആയിട്ട് ഉപയോഗിച്ചത് കല്ലുകളാണെന്ന് പറഞ്ഞല്ലോ. കല്ലുകൾ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. ഡൈക്സ്, ബസാൾട്ട്, ഡോളോമൈറ്റ്. നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ ഇഗ്നിയസ് റോക്സിൻ്റെയൊക്കെ ഒരു ടൈപ്പാണ്. ഇഗ്നിയസ് റോക്സ് കൂൾ ഡൗൺ ചെയ്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന അസ്തനോസ്ഫിയറിൽ നിന്ന് വരുന്ന മാഗ്മ കൂൾ ഡൗൺ ചെയ്ത് എർത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തായിട്ട് ഫോം ചെയ്യുന്ന ചില റോക്ക് ടൈപ്സ് ഉണ്ട്. അതിലൊക്കെ വരും ഈ ഡൈക്സ് ഒക്കെ. ബസാൾട്ടും ഡോളമൈറ്റും എല്ലാം എ കൈൻഡ് ഓഫ് ഇഗ്നിയസ് റോക്സ് ഒക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്തരം കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടുമിക്ക ടൂൾസും ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. വേണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കും. ഞാനിത് എടുത്ത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. പാലിയോളിത്തിക് പീരീഡിൽ നമ്മൾ പറഞ്ഞു അവിടെയും കല്ലുകളാണ് ഉപയോഗിച്ചെങ്കിലും കൂടുതൽ ഉപയോഗിച്ച കല്ല് ഏതാണ്? ക്വാർട്സൈറ്റ് എന്ന് പറഞ്ഞ കല്ലാണ്. ആക്ച്വലി ഇറ്റ് വാസ് എ മെറ്റമോർഫിക് റോക്ക്. ഇത് ഇഗ്നിയസ് റോക്ക് ആയിട്ടുള്ള ഇത്തരം കല്ലുകളാണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. ഇഗ്നിയസ് റോക്സ് മാത്രമല്ല യൂസ് ചെയ്യുക, കോമൺലി നമുക്ക് കാണാൻ സാധിക്കുന്ന കല്ലുകളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി പണ്ടത്തെ ആൾക്കാർ കൂടുതലും നൊമാഡിക്, സെമി നൊമാഡിക് ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പതുക്കെ പതുക്കെ നിയോളിത്തിക് ഏജിലേക്ക് വന്നപ്പോൾ ആൾക്കാർ സെറ്റിൽഡ് ലൈഫിലേക്ക് മാറാൻ തുടങ്ങി. ആൾക്കാർ വീട് വെച്ച് നിർമ്മിച്ച് താമസിക്കാൻ തുടങ്ങുന്ന കാലഘട്ടമാണ് നിയോളിത്തിക് പീരീഡ്. എന്തുകൊണ്ടായിരിക്കാം ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് മാറിയിട്ടുണ്ടാവുക? ബിക്കോസ് ഈ കാലഘട്ടത്തിലാണ് എക്സ്റ്റെൻസീവ് ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഉണ്ടാവുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അഗ്രികൾച്ചർ ഓൾറെഡി പ്ലാന്റുകളുടെ കൾട്ടിവേഷൻ എല്ലാം മീസോളിത്തിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് എന്തുമാത്രം? അതിനൊന്ന് എക്സ്റ്റെൻസീവ് ആക്കി ഡെവലപ്പ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലാന്റുകളുടെ കൾട്ടിവേഷൻ എക്സ്റ്റെൻസീവ് ആകുമ്പോഴല്ലേ നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറയുക. ഇതിന് സ്റ്റാർട്ടിങ് കുറിക്കുന്ന നിയോളിത്തിക് ഫേസിലാണ്. അപ്പോൾ അഗ്രികൾച്ചർ ഉണ്ടാവുന്ന സമയത്ത് പ്ലാന്റുകളെ ഇങ്ങനെ എക്സ്റ്റെൻസീവായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒരു നൊമാഡിക് ലൈഫ് ഫോളോ ചെയ്താൽ ശരിയാവോ? ഇല്ല. എവിടെയാണോ ഇവർ പാടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, എവിടെയാണോ ഇവർ കൃഷി ചെയ്യുന്നത്, ആ കൃഷിയിടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വീട് വെച്ച് ഇവരങ്ങ് സെറ്റിൽ ചെയ്യും അല്ലേ. കാരണം കൃഷി എന്ന് പറഞ്ഞാൽ ഇന്ന് നട്ട് അടുത്ത ദിവസം ഉണ്ടാക്കുന്ന വിളവെടുക്കുന്ന സംഭവമല്ല. അത് കുറേ മാസങ്ങളോളം എടുക്കും സമയം. അപ്പോൾ അത് വിളവെടുക്കുന്നത് വരെ അവരെന്താ ആ ഒരു വീട് വെച്ച് അവിടെ സെറ്റിൽ ആവും.
ഇനി അത് കഴിഞ്ഞ് അടുത്തൊരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ അഗ്രികൾച്ചർ വന്നോടുകൂടി സെറ്റിൽ ലൈഫിലേക്ക് ആൾക്കാർ മാറാൻ തുടങ്ങുന്നു, വീടുകൾ വെക്കാൻ തുടങ്ങുന്നു. റാഗി, വീറ്റ്, ഹോഴ്സ് ഗ്രാം തുടങ്ങിയവയായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അതും കൂടി വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും ഒരു പെക്യുലിയർ ഫീച്ചർ ഉണ്ട്, മെഗാളിത്തുകൾ എന്ന് പറയുന്നത്. എന്താണ് മെഗാളിത്ത് എന്നും ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മീസോളിത്തിക്ക് പറഞ്ഞപ്പോൾ മൈക്രോലിത്തുകളെ കുറിച്ച് പറഞ്ഞില്ലേ. മൈക്രോ എന്ന് വെച്ചാൽ എന്താ? ചെറുതെന്ന അർത്ഥം. ലിത്ത് എന്ന് വെച്ചാലോ കല്ലുകൾ. മൈക്രോലിത്ത് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കല്ലുകളാണ്. ഇവിടെ നോക്കിയേ, ഇറ്റ് ഈസ് മെഗാളിത്തുകൾ. മെഗാ എന്ന് വെച്ചാൽ വലുത്, ലിത്ത് എന്ന് വെച്ചാൽ കല്ല്. അതായത് വലിയ വലിയ ഹ്യൂജ് സ്റ്റോൺസിന്റെ ഒരു ഉപയോഗം ആരംഭിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ഹ്യൂജ് മെഗാ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നത്? ആസ് ബറിയൽ ഗ്രൗണ്ട്സ്. ഓക്കെ, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അയാളെ ഡിസ്പോസ് ചെയ്യും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ എന്ത് ചെയ്യും? ബറി ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വലിയ കല്ല് കൊണ്ട് സ്ഥാപിക്കും. പിൽക്കാലങ്ങളിൽ വാരിയർ സ്റ്റോൺസ് ആയിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൊപ്പിക്കല്ല്, കുടക്കല്ല്, കേരളത്തിൻ്റെ പെർസ്പെക്റ്റിലൊക്കെ സാധാരണ കേട്ട് വരുന്ന ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ് ആണല്ലേ തൊപ്പിക്കല്ല്, കുടക്കല്ല് എന്നൊക്കെ പറയും. തൊപ്പിയുടെ ഷേപ്പിലും കുടയുടെ ഷേപ്പിലൊക്കെ കുറെ കല്ലുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. ഈ കല്ലുകൾക്കകത്ത് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ കല്ലുകളുടെ അടിഭാഗം നമ്മുടെ ഭൂമിക്കടിയിൽ ബറിയൽ ഗ്രൗണ്ട്സ് ആയിരിക്കും. ആളുകളെ അടക്കം ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ ഇന്റൻഷണൽ ബറിയൽ, ഫസ്റ്റ് ഇന്റൻഷണൽ ബറിയൽ ആരംഭിച്ചത് ഈ മെഗാളിത്തുകൾ വന്നതിന് ശേഷമാണ്. ഇപ്പൊ ഇതും സ്റ്റാർട്ട് ചെയ്തത് ഏത് കാലഘട്ടത്തിലായിരിക്കും? നിയോളിത്തിക് ഫേസിലാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മീസോളിത്തിക് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മനുഷ്യരെ ബറി ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു അല്ലെ. അത് പക്ഷെ ഒരു ഇന്റൻഷണൽ ബറിയൽ സിസ്റ്റമായിട്ട് ഡെവലപ്പ് ആയിട്ടില്ല. ആൾക്കാർ മരിക്കുമ്പോൾ അയാളെ കുഴിച്ചിട്ട് എന്ത് ചെയ്യും? ഭൂമിക്കടിയിലേക്ക് കുഴിച്ചു മൂടാറാണ് പതിവ്. എന്നിട്ട് അതിന് മുകളിൽ കല്ല് കൊണ്ട് വയ്ക്കുന്ന പരിപാടി ആരംഭിക്കുന്നതാണ് നിയോളിത്തിക് കാലഘട്ടങ്ങൾ. പിന്നെ അതിനെയൊക്കെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ മെഗാളിത്തുകൾ എന്ന് പറയുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു വർഷിപ്പിംഗ് സ്റ്റോൺ ആയിട്ട് വരെ പറയാം. ഒരാൾ മരിച്ചിട്ട് ആ കല്ലുകൾ വെക്കില്ലേ, ആ കല്ലുകളെ വരെ ആൾക്കാരെ വർഷിപ്പ് ചെയ്തിരുന്നു. ഒരു റിലീജിയസ് ആംഗിളിലേക്ക് തുടക്കം കുറിക്കുന്നതെല്ലാം നിയോളിത്തിക് ഫേസിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്പിരിച്വൽ ആംഗിളിലൊക്കെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയത് ഈ ഒരു സമയത്താണ്. ആളുകളുടെ ബ്രെയിനിന്റെ വലിപ്പമൊക്കെ കൂടാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങിയ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. ചിന്തിക്കുന്നതോടൊപ്പം തന്നെ പുതിയ പുതിയ ഫിലോസഫീസ് പഠിക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ ഇതിൻ്റെയൊക്കെ തുടക്കം ഈ കാലഘട്ടത്തിലാണ്. അപ്പൊ ചിന്തിക്കാൻ തുടങ്ങിയോടുകൂടിയാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കവറി ഉണ്ടാവുന്നത്. ദാറ്റ് ഇസ് വീൽ. നമുക്കറിയാം ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു എക്യുപ്മെന്റ് ആണ് വീൽ എന്ന് പറയുന്നത്. വീല് കണ്ടെത്തിയതാണ് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് വീല് തന്നെയാണ്. ആ വീൽ ആ സമയത്താണോ കണ്ടെത്തിയത്? അല്ല. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ 17-ാം നൂറ്റാണ്ട്, 18ലാണ് മെയിനായിട്ട് അത് ജനത്തിലേക്ക് വന്നിട്ടുള്ളത്. 18ാം നൂറ്റാണ്ടിൽ, അതിനു മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വീല് കണ്ടെത്തി. വീൽ എന്തിനാ ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഫോർ ട്രാൻസ്പോർട്ടേഷൻ. പെട്ടെന്ന് ഒരു സ്ഥലങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോട്ടുകൾ, കുടങ്ങളും കലങ്ങളും ഇല്ലേ, ആ കാലഘട്ടത്തിൽ പോട്ടുകൾ ഉപയോഗിച്ചിരുന്നു മനുഷ്യർ. മീസോളിത്തിക് കാലഘട്ടങ്ങളിൽ പോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കുടങ്ങളും കലങ്ങളും വീൽ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റും അല്ലെ. ഇങ്ങനെ വീല് കറക്കി കറക്കി ക്ലേനെ പല ഷേപ്പുകളിലേക്ക് ആക്കുന്ന ഒരു മെത്തഡോളജിയാണ്. അങ്ങനെയല്ലേ കുടങ്ങളും കലങ്ങളും ഉണ്ടാക്കിയിരുന്നത്. ഹാൻഡ് മെയ്ഡ് പോട്ടുകളെക്കാളും വീൽ മെയ്ഡ് പോട്ടുകളായിരുന്നു ആ കാലഘട്ടത്തിൽ കൂടുതൽ. അപ്പോൾ പോട്ടുകൾ ഉണ്ടാക്കാനും ട്രാൻസ്പോർട്ടേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചെറിയ ചെറിയ മെഷീനറി ആക്ടിവിറ്റീസ്, ഇപ്പോൾ വെള്ളം കോരാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ ആ കാലഘട്ടത്തിൽ വീൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കവറി ദാറ്റ് ഈസ് വീൽ. ഇതെല്ലാം നിയോളിത്തിക് കാലഘട്ടങ്ങളിലാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ആ ഒരു പിക്ചറൈസേഷനിൽ ഞാൻ കാണിച്ചു തരാം. കുറേ ഇങ്ങനെ കണ്ടന്റുകൾ മാത്രം പഠിച്ചാൽ പോരല്ലോ, കുറേ പിക്ചേഴ്സ് ഒക്കെ അറിയണ്ടേ. നോക്കി, അഗ്രികൾച്ചർ വന്നു, ആൾക്കാർ ഓൾറെഡി ഫുഡ് കുക്ക് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അഗ്രികൾച്ചർ വന്നതോടുകൂടി വെപ്പൺസിന്റെ ഷേപ്പും വെപ്പൺസിന്റെ ഒരു നേച്ചറൊക്കെ മാറി. ടൂൾസ്, സ്റ്റോൺ ടൂൾസ് ഒക്കെ കുറച്ചുകൂടി പോളിഷ്ഡ് ആയി. നോക്കിയേ, ചെറിയ ചെറിയ അരിവാള് പോലത്തെ സംഭവങ്ങളും ഒക്കെ വന്നു തുടങ്ങി. ഇതെല്ലാം കൃഷിക്ക് ആവശ്യം എന്ന രീതിയിൽ വന്നിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ കൃഷി ആരംഭിച്ചത് നിയോളിത്തിക് പീരീഡിലാണ് അല്ലെ, നിയോളിത്തിക് പീരീഡിലാണ്. അപ്പം ഇത്തരം എക്യുപ്മെന്റ്സും ഈ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഒരു സോഷ്യൽ ലൈഫും ആ കാലഘട്ടത്തിൽ ആരംഭിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു മാരേജ്, ഒരു മാരീഡ് ലൈഫ് എന്ന രീതിയിൽ വേണമെങ്കിൽ ആരംഭിച്ചതും ഈ സമയത്താണെന്ന് പറയാം. ഒരു ഫാമിലിയുടെ ആ ഒരു കോൺസെപ്റ്റിന് ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. ഫാമിലി തുടങ്ങിയിട്ടുണ്ടാവണം, പക്ഷേ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നതും ഈ കാലഘട്ടത്തിലായിരിക്കണം.
ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ മെഗാളിത്തുകൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടാവണം. പണ്ട് വിൻഡോസ് കമ്പ്യൂട്ടറൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് വിൻഡോസിന്റെ ഫസ്റ്റ് ഡെസ്ക്ടോപ്പ് പിക്ചറായിട്ടൊക്കെ വരുന്നൊരു പിക്ചറാണ് അല്ലേ. ഇത് സ്റ്റോൺ ഹെഡ്ജ് ആണ്. സ്റ്റോൺ ഹെഡ്ജ് നമ്മുടെ ബ്രിട്ടനിൽ യൂറോപ്പിലുള്ള ഒരു മെഗാളിത്തിക് സ്ട്രക്ചറാണ് ഈ സ്റ്റോൺ ഹെഡ്ജ് എന്ന് പറയുന്നത്. ഇത് അവിടെയുള്ള സ്ട്രക്ചറാണ്. എന്ന് വെച്ചാൽ ഈ മെഗാളിത്തുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം ആരംഭിച്ചതല്ല, ലോകത്ത് ഒട്ടനവധി സ്ഥലങ്ങളിലും ഈ മെഗാളിത്തിക് കൾച്ചർ നിലവിലുണ്ടായിരുന്നു. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ സ്റ്റോൺ ഹെഡ്ജ് വിച്ച് ഇസ് ഇൻ യൂറോപ്പ്. ഇതേ സമയത്ത് ഇന്ത്യയിലും ഉണ്ട് സ്റ്റോൺ ഹെഡ്ജുകളെ പോലത്തെ മെഗാളിത്തുകൾ.